എന്തായിരുന്നു, ചങ്കൂറ്റായിരുന്നോ അതോ ബോധമില്ലായ്മയായിരുന്നോ അതോ ആഗ്രഹമായിരുന്നോ? അതൊരു വലിയ ചോദ്യമാണത്. ഇല്ല, ആഗ്രഹം ഉറപ്പായിട്ടും ഉണ്ടാവും. അത് തന്നെയാണ്, ആഗ്രഹം തന്നെയാണ്. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ലോ കോളേജ് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷമായി, ഒരു മേ ബി 6 months കഴിഞ്ഞിട്ടുണ്ടാവും. ചുമ്മാ അങ്ങ് നടന്നു പോവാ വീട്ടിലേക്ക്? അല്ലല്ല, അതെ, ഞങ്ങള് ചുമ്മാ നടന്ന് കയറുകയെന്ന് വെച്ചാല് ഈ ട്രിവാൻഡ്രം ആ കാലത്ത് സിനിമ പ്രേമികളെ അല്ലെങ്കിൽ സിനിമ ആസ്വാദകരെ, സിനിമ ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെർട്ടൈൽ മെയിൻലൻഡ് ആയിരുന്നു, ശാദ്വലമായ ഭൂവിഭാഗം. കാരണം എല്ലാ ഫിലിം മേക്കേഴ്സും അവിടെ ഉണ്ട്. ആൻഡ് നമ്മൾ അന്ന് എന്താ പറയാ, നമ്മുടെ ഐക്കൺസ് എന്നൊക്കെ പറയുന്നത് ശ്യാമേട്ടൻ ഓഫ് കോഴ്സ് ഒരു യൂത്ത് ഐക്കൺ ആയിരുന്നു. ന്യൂ വേവ്. ന്യൂ വേവ്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന നമ്മൾ ഈ എന്താണ് നമ്മുടെ ഈ ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന ആൽബേർ കമ്യുവിന്റെ പുസ്തകങ്ങളും ഔട്ട്സൈഡർ, അതിനകത്തൊക്കെ അത് വായിച്ച് ത്രില്ലടിച്ച് ഇത് മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെയുള്ള അബദ്ധ ധാരണകളുമായി നടക്കുന്ന കാലമാണത്. അപ്പോഴാണ് കമ്മ്യൂന്റെ ഒരു ഷോർട്ട് സ്റ്റോറി എടുത്ത് അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഒരു വിഷ്വൽ ക്വാളിറ്റിയും ഒരിക്കലും നമ്മൾ ടി വിയിൽ നമുക്ക് ആസ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വിഷ്വൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഫ്രെയിമിങ് ആൻഡ് ടോൺ ടി വിക്ക് വേണ്ടിയല്ല, സ്ക്രീനിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അതെ അതെ, അതുപോലെയാണ് അത് നിന്നിരുന്നത്. അപ്പൊ അതുവരെ നമ്മൾ ഈ പറയുന്ന അമ്മായിമ്മ മരുമകൾ സ്പേസിലേക്കാണ് ഇത്തരം ഒരു ടി വിയിൽ അത്തരം ഒരു കാര്യം വരുന്നത്. അപ്പൊ ആരാധന ഒരു അർത്ഥത്തിൽ അത് തന്നെയാണ് ആദ്യം അങ്ങനെ ഒരു ഫിലിം മേക്കറോട് തോന്നുന്ന. പിന്നെ നമ്മൾ അന്നും ട്രിവാൻഡ്രം അഗൈൻ നമ്മളെ ആദ്യം നമ്മൾ അടുത്തത് ഫിലിം ഫെസ്റ്റിവലിലൂടെ നമ്മള് അങ്ങനത്തെ ഫിലിം മേക്കേഴ്സുമായിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്തത്. ഞാനെന്നല്ല, ഞാനും ശങ്കറും എന്നല്ല, ശങ്കറാണ് മറ്റേ റൈറ്റർ ആവാൻ ആഗ്രഹിച്ച ശങ്കരാമകൃഷ്ണനാണ്. ശങ്കർ ഞാനും മാത്രം. അവിടെയുള്ള പപ്പൻ, പത്മനാഭൻ സാറിന്റെ മകൻ മുരളി, അങ്ങനെയുള്ള അവിടെയുള്ള, അതെ, അവരെല്ലാം അവിടെ ഉണ്ടല്ലോ ഫിലിം ഫെസ്റ്റിവലില്, ഇവരെല്ലാം ഉണ്ട്. പിന്നെ അത് മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ അവിടുത്തെ ഒരു എന്താണ് നല്ല നല്ല കഴിവും നല്ല ധാരണകളുമുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ആ കൂട്ടം അന്ന് ആരും കേട്ടിട്ടില്ലാത്ത പല ഇസ്കികളുടെയും പേര് കേട്ടോ. ഈ പൊളൻസ്കി, കീസ്ലോവസ്കി, അങ്ങനെ തർക്കോസ്കി, ഇതൊക്കെയാണ് നമ്മുടെ അന്നത്തെ ആൾക്കാർ. അപ്പം അത്തരത്തിലൊരാളുടെ ഒരു കേരള കൗണ്ടർ പാർട്ട് ആയിട്ടായിരുന്നു നമ്മള് ശ്യാമേട്ടനെ കണ്ടിരുന്നത്. ഐക്കണാണ്. അപ്പോ പിന്നെ ഈ പുള്ളിയുടെ സ്റ്റൈലും ഈ പറഞ്ഞ നമ്മൾ യൂഷ്വൽ ഫിലിം മേക്കർ ലുക്കും പരിപാടിയൊന്നും അല്ലല്ലോ. അങ്ങനെ ഈ പറയുന്ന ബന്ധം നേറിയ ഒരു ഉച്ച നേരത്ത് നടന്ന ഞങ്ങളെ ഒരുപാട് ഈ കഥകൾ ആലോചിച്ചും സ്വപ്നങ്ങൾ കണ്ടും നടന്നിരുന്ന വഴികളാണ് തിരുവനന്തപുരം. അങ്ങനെ വെള്ളാമ്പലി ജംഗ്ഷൻ വഴി നടന്ന് ഇപ്പുറത്ത് കുറവംകുളം അവിടെ എത്തിയ സമയത്താണ് ശങ്കർ പറയുന്നത്, ഇവിടെ ശ്യാമേട്ടന്റെ വീട്. ശലോ അങ്ങനെ കയറി മൂപ്പര് ഉറങ്ങു പറ്റുമായിരുന്നു. ആൻഡ് ഇന്ന് ഞാൻ ഇപ്പോഴും ശ്യാമേട്ടനോട് പറയും, എനിക്ക് ശ്യാമേട്ടൻ എനിക്ക് ആമി എന്നുള്ള സിനിമ കണ്ടിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒക്കെ പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം അമേരിക്കയിലാണ്. അപ്പം അവിടുന്ന് രാത്രി 2 മണിക്ക് അവരാണ് മെസ്സേജ്. രാവിലെ ഞാൻ കാണുന്നത്. പിറ്റേ ദിവസം വിളിച്ചപ്പോൾ ഞാൻ ശ്യാമേട്ടൻ പറഞ്ഞു, ഇന്നും ആ 2 ചെറുപ്പക്കാരെ വിളിച്ച് സ്വീകരണ മുറിയിലിരുത്തി ചായ തരാൻ കാണിച്ച ഒരു ഇതുണ്ടല്ലോ, മര്യാദ, അസാധ്യമാണ്. 3-4 മണിക്കൂറുകൾ സംസാരിച്ചു ഇഷ്ടം പോലെ. ഞങ്ങള് ഈ പറഞ്ഞ ബേസിക്കലി ഈ പറഞ്ഞ കമ്മ്യൂവിൽ നിന്ന് തുടങ്ങി നമ്മള് ഭരതനും പത്മരാജനും വഴി ഇറങ്ങി VKNലേക്കും മോഹൻവിയിലേക്കും പോയി, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഒരു ഓൾ എൻകോമ്പസിംഗ് ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരുന്നു എന്നുള്ള ഇന്ന് ഓർക്കുന്നു. പക്ഷെ അതിനേക്കാൾ ഏറെ അതിപ്പം അങ്ങനെ ഉണ്ടാവാം, അത്തരം നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടാവാം. പക്ഷെ അന്ന് കാണിച്ച ഒരു ഇതുണ്ടല്ലോ, ഒരു കോർഡിയൽ അല്ലെങ്കിൽ ഒരു വളരെ അമിക്കബിൾ ആയിട്ട് നമ്മളെ പിടിച്ച് ഒരു സ്വീകരണ മുറിയിൽ ഇരുത്തി ഫാമിലിയെ പരിചയപ്പെടുത്തി തന്ന്. സോ ദാറ്റ് വാസ് സംതിങ്. അതെനിക്ക് ഞാൻ ഇന്നും ഏറ്റവും അധികം പുതുമുഖങ്ങൾക്കൊപ്പം വർക്ക് ചെയ്യാനുള്ള കാരണം മേ ബി അതിൻ്റെ ഒരു ലറ്റീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കാം. നമ്മുടെ വളരെ ഒരു ഇൻഫാൻസിയിൽ, സിനിമാറ്റിക് ഇൻഫാൻസിയിൽ നമുക്ക് കിട്ടിയ ഒരു ഊഷ്മളമായ വരവേൽപ്പ് അതായിരിക്കാം പിൽക്കാലത്ത് ഒരു ന്യൂ കമ്മറിനെയും ഞാൻ അങ്ങനെ നിരാശപ്പെടുത്തി പറഞ്ഞിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. ആൻഡ് ബൈ ദ വേ, അനൂപ് മേനോൻ ഇന്റർവ്യൂ പഠിക്കുമ്പോ വരുന്നത്, അനൂപന്റെ 3ാമത്തെ 4ാമത്തെ സെർച്ച് ആയിട്ട് ഞാനും അനൂപ് മേനോനും പിന്നെ അനുപേട്ടനും വേടനും ഇരിക്കുന്നതാണ്. അതെ അതെ അതെ, പലരും പറഞ്ഞു എടുത്തു ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകണ്ട ഇന്റർവ്യൂ. വേടൻ എവിടെ ഉണ്ട്? കുറെ കാലം അവനെ കണ്ടിട്ട്. അന്ന് നമ്മൾ കണ്ടതിന് ശേഷം അവരെ അവിടെ ഇവിടെ ഒക്കെ സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലാതെ ഒന്നും
ഇറ്റ്സ് ഗുഡ്, ഡൂയിങ് ഗുഡ് അല്ലേ? Yes. അന്ന് അനുപേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വൺ ഓഫ് എ കൈൻഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറക്റ്റ് ആണ് അത്. വെരി നൈസ് ബോയ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയല്ലേ വന്നവൻ? അതെ, ഇവിടെ അപ്പുറത്തുള്ള നമ്മുടെ കൗശലായിരുന്നു സംസാരിച്ചത്. കാണുമ്പോ അന്വേഷണം പറയൂ. യെസ്, കാണുമ്പോൾ ഡെഫിനറ്റ്ലി അന്വേഷണം പറയും. ഓഫ് ക്യാമറ പറഞ്ഞൊരു കാര്യമുണ്ട്, ആളുകൾ റൂട്ട് ചെയ്യുന്നു വേടന് വേണ്ടിയിട്ട് എന്നുള്ളത്. ശരിക്കും ആളുകൾ റൂട്ട് ചെയ്തു വേടന് വേണ്ടിയിട്ട്, വേടനൊരു പ്രശ്നം പറ്റിയപ്പോ. അത് വരും, ആളുടെ ഒരു ഇന്റന്റും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വരും. അതാണ് ഞാനെന്ന് പറഞ്ഞത്, റൂട്ട് ചെയ്യും എന്നുള്ള. എന്താ സ്റ്റാറ്റസ് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കഥകൾ. 97 ബാച്ച് മഹാരാജാസ് എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ത് പറ്റി? 97 ബാച്ച് മഹാരാജാസിനെ പറ്റി അതിന് വളരെ സമാനമായൊരു പടം മലയാള സിനിമയിൽ ഉണ്ടായി. അതാണ് സംഭവിച്ചത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് ഒരുപാട് പേരെ വേദനിപ്പിക്കും എന്നുള്ളത് കൊണ്ടും അതൊരു മർക്കി ആയിട്ടുള്ളൊരു സ്റ്റോറി ആയതുകൊണ്ടും അത് നമുക്കത് പാസ്. പക്ഷെ ഒരു ആസ്പിറേഷൻ പടമായിരുന്നു, വലിയ പടമായിരുന്നു അത്. അതിൻ്റെ അന്നത്തെ നമ്മുടെ കാസ്റ്റ് പോലും അത്രയും ബ്യൂട്ടിഫുൾ ആയൊരു കാസ്റ്റ് ആയിരുന്നു. മലയാള സിനിമയിലെ ഓൾമോസ്റ്റ് എല്ലാ പുതിയ ആൾക്കാരും ഉള്ള ഒരു സിനിമയായിരുന്നു അത്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയും കേട്ടവർക്കെല്ലാം തന്നെ അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റും വന്നൊരു പടമാണ്. ബട്ട് certain things don't happen and that happens for a reason. ട്രിവാൻഡ്രം ജോർജിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഫസ്റ്റ് ഹാഫ് വരെ എഴുതി തീർത്തു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താ അത് ഉണ്ട്, ഇത് രണ്ടും ഉണ്ട്. ബ്യൂട്ടിഫുളിന്റെ സെക്കൻഡ് പോർഷനും ഉണ്ട്, ട്രിവാൻഡ്രം ലോഡ്ജിന്റെ സെക്കൻഡ് പോർഷനും ഉണ്ട്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതെല്ലാം ഒത്തു വരണ്ടേ. ഇത് സിനിമയായതുകൊണ്ട് നമുക്ക് ഒരു അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് ഉടനെ സിനിമയാവണം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മുടെ ഇത്രയും വർഷങ്ങളുടെ അനുഭവം മതി. കുറെ കാര്യങ്ങൾ അതിനകത്ത് ചേരുംപടി ചേരണം, എന്നാലേ ഒരു സിനിമയാവുള്ളൂ. ആ ചേരുംപടി ചേർക്കൽ വന്നിട്ടില്ല, അത് വരുമ്പോ അതുണ്ടാവും. ചോദിക്കാൻ പറ്റുമോന്ന് അറിയില്ല. എന്താ അനൂപ് മേനോൻ മോഹൻലാൽ പ്രൊജക്ടിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? അത് നെക്സ്റ്റ് ഇയറേ സംഭവിക്കൂ എന്നുള്ളതാണ്. അതിന്റെ പ്രൊഡക്ഷൻ മാറി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൽക്കട്ടയിലെ ദുർഗാപൂജ ആണ് അതിന്റെ ഒരു പ്രധാന സീക്വൻസ് ഷൂട്ട് ചെയ്യേണ്ടത്, കൊൽക്കട്ടയിൽ. അപ്പൊ അത് നെക്സ്റ്റ് ഇയർ ഇനി പോസിബിൾ ആവും. അപ്പൊ അതോടെ 20 days ഷൂട്ട് ആ ഫെസ്റ്റിവലിലുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഹംബഗാണത്. അത് ആ സമയത്ത് ഷൂട്ട് ചെയ്ത ഒരു ആക്ഷൻ ഫൈറ്റ് സീക്വൻസ് ആണ് അതിന്റെ ഇടയിൽ നടക്കുന്നത്. അതങ്ങനെ ഓത്തന്റിക് ആയിട്ട് അതിനകത്ത് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അതുള്ളത്. പിന്നെ അതൊരു മറ്റൊരു പ്രൊഡക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. അനൂപേട്ടനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലാലട്ടനുണ്ട് ഞങ്ങൾ. വലിയ സുദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ പറഞ്ഞ് മുണ്ടൊക്കെ എടുത്ത് ചില്ല് ചെയ്ത് കുറച്ച് കൂട്ടുകാരൊക്കെ ആയി, പണ്ടത്തെ ഒരു കാമുകിയൊക്കെ ആയി, അങ്ങനെ ഒരു ലാലട്ടൻ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട്. അനൂപേട്ടനും ആ ഏരിയ അത് തന്നെയാണ്. അതിനകത്ത് കടുകിട വ്യത്യാസമില്ലാത്ത 5 പാട്ടുകളുള്ള 3 ഫൈറ്റുകളുള്ള അങ്ങനെ ഒരു സിനിമ തന്നെയാണത്. അതെല്ലാം ആ ഒരു നമുക്ക് ആഗ്രഹമുള്ള നമുക്കെല്ലാം ഇപ്പൊ വിഷ്ണു പറഞ്ഞ ആ ഒരു ഏരിയ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വേർഡന്റ് ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്ന അത്തരം സിനിമകളുടെ ഇതാണ്. അങ്ങനെ തന്നെയാണ് അത് സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇറ്റ്സ് എ ബിഗ് ഫിലിം, അതിന്റെ ബഡ്ജറ്റ് വളരെ വലുതാണ്. ഇത്രയും പാട്ടുകളും ഫൈറ്റും എല്ലാം വെച്ച് അത് ആ സ്ക്രിപ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഞാൻ ഓരോ മാസവും അത് ഇപ്പോഴും ആയിരിക്കുന്നതും അതിന്റെ സ്ക്രിപ്റ്റാണ്. സോ ഇറ്റ്സ് അണ്ടർ കൺസ്ട്രക്ഷൻ. നെക്സ്റ്റ് ഇയർ സംഭവിക്കും. ലെറ്റ്സ് ടേക്ക് ടൈം ആൻഡ് ഡു ഇറ്റ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതവിടെ അതിന്റെ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ അത് നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആരാധിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന രഞ്ജിത്ത്, അദ്ദേഹത്തെ പിന്നെ ഒരുപാട് വലിയ വിമർശനങ്ങൾ, ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹത്തിന് തന്നെ സ്പെസിഫിക്കലി എയിം ചെയ്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. എന്തായിരുന്നു ആ സമയത്ത് കോൺവെർസേഷൻ? എന്തായിരുന്നു മനസ്സിൽ തോന്നിയിരുന്നത്? വേദന തോന്നിയിരുന്നു? ഉറപ്പായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മോശം കാലം വരുമ്പോൾ നമ്മൾ വേദനിക്കൂലേ? നാച്ചുറലി എല്ലാവരും വേദനിക്കൂലേ? അതുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻസ് ഉണ്ടാവും. പക്ഷെ അദ്ദേഹം അത് എടുത്ത രീതിയൊക്കെ ഭയങ്കര നമ്മളെ എമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. ഹി വാസ് സൂപ്പർ കൂൾ. ഐ ഹാവ് നെവർ സീൻ ഹിം ലൂസ് ഹിസ് വിറ്റ്സ്, നോട്ട് ഈവൺ വൺസ്. ഒരിടത്തും ഒരു ഇടറല്ലോ. അതായത് ഈ സമയങ്ങളിലൊക്കെ അദ്ദേഹം അസാമാന്യമായ പെയിനിലാണ്, ബിക്കോസ് ഓഫ് ഹിസ് ബോഡിലി എയിൽമെന്റ്സ്, ഫിസിക്കൽ ഇഷ്യൂസ് കൊണ്ട്. ആ സമയത്തൊന്നും ഒരിടത്തും ഇടറി ഞാൻ കണ്ടിട്ടില്ല. കല്ല് പോലെ നിൽക്കും. അതൊരു കല്ല് തന്നെയാണ്, അതൊരു സർവേ കല്ലാണ്.
അദ്ദേഹം എഴുതിയ ദേവാസുരത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളെ പറ്റിയോ രാവണപ്രഭുയെ പറ്റിയോ നരസിംഹത്തെ പറ്റിയോ ഒക്കെ സംസാരിച്ചിരുന്നോ? ഉറപ്പായിട്ടും ഞങ്ങളല്ല, എനിക്കിപ്പോ അതല്ലേ, നമ്മളിതാണല്ലോ ഈ കഥകൾ ചികഞ്ഞ് എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാന വിനോദങ്ങളിലൊന്നും. അപ്പൊ ഇത് തന്നെയാണ് സംസാരിക്കുക. നമ്മൾക്ക് ഭയങ്കര എക്സൈറ്റഡ് അല്ലേ, ഇപ്പൊ വിഷ്ണു ഭയങ്കര എക്സൈറ്റഡ് അല്ലേ, എങ്ങനെയായിരിക്കാം ദേവാസുരത്തിന് ശേഷം മായാമയൂരം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തിയത്. ഓഫ്കോഴ്സ് ആസ് എനിബഡി. പിന്നെ നരേന്ദ്രൻ എന്നുള്ള ക്യാരക്ടറിനെ എങ്ങനെ ഉണ്ടാക്കി, അയാൾക്ക് ഇങ്ങനെ ഒരു ലോക്സ് കൊടുക്കാന്ന് എങ്ങനെ വിചാരിച്ചു. അഗൈൻ ജോണി വാക്കർ പോലത്തെ ഒരു സിനിമ എങ്ങനെ ഇമാജിൻ ചെയ്തു? വൈബ് പടം അന്ന് മമ്മൂക്കയുടെ കോസ്റ്റ്യൂംസ് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. രഞ്ജനം പറയാൻ ബാംഗ്ലൂരിലെ സ്ട്രീറ്റ്സ് എന്ന് വാങ്ങിച്ചാണ്. നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര ഒരു എന്താണ് ബർഗണ്ടി കളേഴ്സും മസ്റ്റർഡ് യെല്ലോസും ഒക്കെ ചിലപ്പം അന്നത്തെ ഏതോ ബ്രാൻഡ് ഒന്നുമില്ല. അവിടെ ആ മറ്റേ ബിഷപ്പ് കോട്ടൺ റോഡിലെ സൈഡ് വാക്കിൽ നിന്നൊക്കെ വാങ്ങിച്ചാണത്. എന്നിട്ട് തേച്ച കൊണ്ട് കൊടുക്കുമ്പോ എന്തൊരു കാലത്തിന് മുന്നേ ഇറങ്ങിയ സിനിമയല്ലേ അത്. അതിന് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സീക്വൻസ് ഇല്ലേ പുള്ളി, അത് ഇന്ന് റീലുകളായിട്ട് കുട്ടികൾ ഇടും. ഭയങ്കര കൂൾ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു പടം അത്. പിന്നെ അത് ഈ പറഞ്ഞ ഒരു ക്ലിന്റ് ഈസ്റ്റ്വുഡ് സാധനമാണ്. അപ്പൊ അത് ഒരു വൈൽഡ് വെസ്റ്റേൺ നമുക്കിവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ബഡ്ജറ്റില്. പിന്നെ അതിനെ കൊണ്ടുപോയി നമ്മുടെ അങ്ങനത്തെ ഒരു ടെറൈനിൽ നമുക്ക് ഹോൾ സിനിമ പറയാൻ പറ്റില്ല. സോ അതിനെ മറ്റൊരു രസകരമായിട്ടുള്ള കൊമേഴ്സ്യൽ പ്രപ്പോസിഷനിലേക്ക് കൊണ്ടുവരുന്നു. അതായത് 40-45 വയസ്സുള്ള ഒരാൾ വീണ്ടും കോളേജ് പഠിക്കാൻ വരുന്നു, അതിലേക്ക് കൊണ്ടുവരുന്നു. സോ ഇതൊക്കെ സ്ക്രിപ്റ്റിംഗിൽ നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങളാണ്. ഹൗ ടു എൻഹാൻസ് എ സീൻ, അല്ലെങ്കിൽ ഹൗ ടു എൻറിച്ച് എ സ്ക്രിപ്റ്റ്. അതൊക്കെ വലിയ പാഠങ്ങളാണ് ആ സിനിമ. ജയരാജ് വിഷ്ണറി ഡയറക്ടർ, ബ്രില്യൻ ഡയറക്ടർ. എല്ലാവരും എൻ്റെ അടുത്ത് ഒരുപാട് അദ്ദേഹത്തോട് ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആ ഡ്യൂ ക്രെഡിറ്റ് ഇന്നും കിട്ടാത്ത ഒരു ആളാണ്. ഒരുപാട് അവാർഡ്സും എല്ലാം കിട്ടി, ദാറ്റ്സ് ഓൾ. പക്ഷെ ഇതൊന്നും അല്ല. ജയരാജൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് വി ഹാവ് സീൻ എന്നുള്ളതാണ്. ദാറ്റ്സ് വാട്ട് ഐ ഗ്യാദർ. ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടം മാത്രമേ വർക്ക് ചെയ്തില്ല, ലൗഡ് സ്പീക്കർ. ദാറ്റ് വാസ് ജസ്റ്റ് 2 days. ഈസ് എ ബ്രില്യന്റ് ഡയറക്ടർ. എന്നോട് പേഴ്സണലി പറഞ്ഞാണ് അനുപേട്ട, എല്ലാ വർഷവും പുള്ളിയെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ടു വിൻ ആൻ ഓസ്കർ. അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും വിഷ്ണുനോട് ഇപ്പോഴും ആള് ഒരു പടം ഉണ്ടാക്കുന്നത് ക്യാൻസലൊക്കെ അയക്കാൻ വേണ്ടിട്ടാ. ക്യാൻസലൊക്കെ അയച്ചാൽ റിജക്ട് ചെയ്യും, പക്ഷെ പിന്നെയും പുള്ളി പടം ഉണ്ടാക്കും ക്യാൻസലൊക്കെ അയക്കാൻ. ഞാനിങ്ങനെ അതിങ്ങനെ വിഷമിച്ചിട്ടൊന്നും അല്ലെങ്കിൽ ആരെ പറ്റിയോ അങ്ങനെ വിഷമത്തോടു കൂടി പറയുന്ന അനുപമനൊന്നും കണ്ടിട്ടില്ല, ഒരു പോയിന്റിൽ ഒഴിച്ച്. അതിങ്ങനെയാണ്, അതായത് കുറച്ചുകൂടി നമ്മുടെ കാലവും നമ്മളുടെ സമൂഹവും അല്ലെങ്കിൽ കലാസമൂഹവും കുറച്ചുകൂടി നന്മ ഉള്ള ഒരു ഘട്ടത്തിലേക്ക് ആവണമായിരുന്നു സുകുമാരി അമ്മ മരിച്ച സമയത്ത് എന്നുള്ളത്. എന്താ ആ മരണം മാത്രം അത്ര എഫക്ട് ചെയ്തത്? അല്ല, നമ്മുടെ കലാകാരന്മാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ പറഞ്ഞതെന്ന് വെച്ചാല് അതൊക്കെയാ ഞാൻ പറഞ്ഞത്. ഇത് ഒരു എല്ലാ തരം കാര്യങ്ങളും ഷോർട്ട് ലിവ്ഡ് ആണ്. ഇപ്പൊ ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അമ്മ റോയാപേട്ട ആശുപത്രിയുടെ കോറിഡോറിൽ കിടന്ന കിടപ്പ് ഞാൻ കണ്ടതാണ്. അത് വൈ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. നമ്മൾ ആലോചിക്കുമ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ തന്നെ നമ്മളതിന് റെക്ടിഫിക്കേഷൻസ് ഒക്കെ അവിടെ നടത്തി. ബട്ട് ദാറ്റ് ഹാപ്പൻഡ്. ഐ സോ ഹെർ ബോഡി റോയപേട്ടയിലെ ഒരു നോർമൽ ഹോസ്പിറ്റലിന്റെ ഒരു ജനറൽ ഹോസ്പിറ്റലാണ് എനിക്ക് തോന്നുന്നത്. കോറിഡോറിലെ തറയിൽ കിടന്ന് ഞാൻ കണ്ടതാണ്. ഈവൻ ആംബുലൻസിന്റെ താഴെ തട്ടുന്നതാണ് ആ ഒരു ബോഡി എടുക്കുന്നത്. അപ്പൊ ഇന്നതിനെ വളരെ ഒരു റിട്രോസ്പെക്റ്റീവ് തിങ്കിങ്ങിൽ ആലോചിക്കുമ്പോൾ അത് പ്രാക്ടിക്കലി അങ്ങനെയൊക്കെ അവിടെ സംഭവിക്കുള്ളായിരുന്നു എന്ന് നമുക്ക്. പക്ഷെ ആ ഷോക്ക് ഉണ്ടല്ലോ, ആ ഷോക്ക് ഭയങ്കരമാണ്. ആൻഡ് അത് ഹോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ദ വേ ഷീ ഡൈഡ്, ഒരു ഇത്രയും 50% ബേൺസുമായിട്ട് അങ്ങനെയൊക്കെ അപ്പം വി സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ഓൾ ദീസ് തിങ്സ്. ഒരു പ്രാർത്ഥനാ മുറിയിൽ വെച്ച് സംഭവിക്കുക. സോ അതിനൊക്കെ ഒരുപാട് റാമിഫിക്കേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കാമല്ലോ. അല്ല, പക്ഷെ അത് കുറെ കാലം എന്നെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. എന്നെ ആ ഒരു വിഷ്വൽ എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ട് ആ ടൈമിൽ. ഐ തിങ്ക് ഇറ്റ് വാസ് 2013 അല്ലേ? അതിനെപ്പറ്റി ആകെ എനിക്ക് തോന്നുന്നു ഇത്രയും വോക്കലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് അത്. ഓഫ് കോഴ്സ് ഷി വാസ് ലൈക്ക് മദർ ടു മീ. അത് ഒരു കാര്യം. അതല്ലാതെ തന്നെ ആസ് എ പേഴ്സൺ. പിന്നെ ഇതിന്റെ നമ്മൾ ആ ഒരു ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിക്കമിങ് റെപ്പിറ്റേറ്റീവ് ബട്ട് സ്റ്റിൽ ഐ ടെൽ യു. നമ്മുടെ ക്രിമറ്റോറിയത്തിൽ
ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ ഒരു പയ്യൻ വളരെ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അവന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇറ്റ് ഈസ് ജസ്റ്റ് അനദർ ബോഡി. അവനെ ആ സമയത്ത് ഇടിക്കാൻ തോന്നും നമുക്ക്. പക്ഷെ അവനിപ്പോ അപ്പൊ അൾട്ടിമേറ്റ്ലി ഇതൊക്കെയാണ് കാര്യങ്ങൾ. സോ മൈറ്റ് ആസ് വെൽ ബാക്കിയുള്ള കാര്യം ഇപ്പൊ നേരത്തെ വിഷയം ചോദിച്ച പോലെ ഈ വിമർശനങ്ങളും ഈ ഇതും സാധനങ്ങളൊക്കെ നമ്മൾ ലെറ്റ് ഗോ എന്നേ പറയാൻ പറ്റൂ. ഇതൊന്നും നമ്മുടെ ഒരു ലാർജർ പിക്ചർ ഓഫ് ലൈഫിൽ ഇതൊന്നും ഇറ്റ് ഡസന്റ് മാറ്റർ. വേദനിപ്പിക്കാൻ വരുന്നവർ വേദനിപ്പിച്ചിട്ട് പോട്ടെ, അവർക്ക് അതിൽ നിന്നൊരു സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ ലെറ്റ് ദം ഹാവ് ഇറ്റ്. അതേ പറ്റൂ. അതാണ് ഏറ്റവും, അതൊരു എളുപ്പമാർഗവും കൂടിയാണ്. മറ്റേ ഇവരെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാന്നൊക്കെ പറയുന്നത് തൊല്ലയാണ്. സ്ത്രീകൾക്ക് അനുപമനെ വലിയ ഇഷ്ടമാണ്. ഒരു സെറ്റ് ഓഫ് സ്ത്രീകൾക്ക് ഫോർ ഇൻസ്റ്റൻസ് എന്താ കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ സൈഡിൽ നിന്ന് അനുപമനൻ കുറെ പറഞ്ഞിട്ടുണ്ട്. അനുപമനൻ ഇതിനെ പറ്റി അറിയാം? ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യമായ കാര്യം. കാരണം നമ്മൾ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു അജണ്ടയായി എടുത്തിട്ടില്ല. വി കാൻ ഡു ദാറ്റ്. ഞാനൊരു നിഷ് ഫിലിം മേക്കറാണ്. എനിക്കറിയില്ല ഒരു പടം വർക്ക് ആവുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഓടുന്ന പടം എങ്ങനെ എടുക്കണം എന്ന് എനിക്കറിയില്ല. എന്റെ സിനിമ ഓടോ ഇല്ലയോ എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് എനിക്ക് നല്ല ബോധ്യമുള്ള സിനിമ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഇതിനകത്ത് ഉണ്ടാവാം. ആൻഡ് ആ ഇംപെർഫെക്ഷൻസ് തന്നെയാണ് ഞാൻ, വിത്ത് ഓൾ മൈ ലിമിറ്റേഷൻസ് ആൻഡ് ഇംപെർഫെക്ഷൻസ്. ദാറ്റ് ഈസ് വാട്ട് മേക്സ് മീ വാട്ട് ഐ ആം, അല്ലേ? അപ്പൊ ആ നിഷ് മതി എനിക്ക്. ഞാനതിൽ വളരെ കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഹെവിലി ബോധഡ് അല്ല. ആര് എങ്ങനെ, ഓഫ് കോഴ്സ് ഈ സ്ത്രീകളെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നൊരു ശരി, പുരുഷന്മാരുടെ ഭാഗത്തൊന്നും പറയാത്തത് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്നറിയില്ല. അതൊരു എന്താ പറയാ, ഒരു സാഹിത്യവുമായി ബന്ധമുള്ള അല്ലെങ്കിൽ സിനിമകളുമായി അങ്ങനെ അത്തരം ഒരു ബന്ധമുള്ള ആൾക്കാരാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അപ്പം അതിനപ്പുറം മറ്റൊരു മാസിലേക്ക് പെർമിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. എനിക്ക് വരുന്ന സിനിമകൾ, ഇപ്പം അഭിനയിക്കുന്ന സിനിമകൾ അങ്ങനെ ഒരു ഭയങ്കര തിരഞ്ഞെടുപ്പിന്റെ ഇതൊന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇതേ ചെയ്യൂ അങ്ങനെയൊന്നുമില്ല. എനിക്ക് വരുന്ന സിനിമകൾ എല്ലാം തന്നെ ഓൾമോസ്റ്റ് അത്യാവശ്യം അടി കിട്ടൂല എന്ന് തോന്നുന്ന പടങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. കാരണം അതെന്റെ ഉപജീവന മാർഗമാണ്. ദാറ്റ് ബ്രിങ്സ് ദാറ്റ് ലൈറ്റ്സ് അപ്പ് മൈ കിച്ചൺ ഫയർ എന്ന് പറയാം. അപ്പൊ അത് ഞാൻ ചെയ്യാറില്ല. ബട്ട് അറ്റ് സെയിം ടൈം ഞാൻ എഴുതുന്നതോ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള, ഇപ്പം റൈറ്റ് ഫ്രം ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ലോഡ്ജ്, കാലിഫോർണിയ, കോക്ടെയിൽ ആൻഡ് ദിസ് ഡോൾഫിൻസ്, മെഴുതിരി അത്താഴങ്ങൾ, പത്മ, കിങ്ഫിഷ്, എന്ത് തന്നെ ഈ സിനിമകളൊക്കെ തന്നെയും എനിക്ക് അന്നേരമുള്ള എന്റെ ബോധ്യത്തിൽ നിന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അത് ഇപ്പൊ ലോഡ്ജ് പോലത്തെ ഒരു സിനിമ എഴുതുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഈ സമൂഹത്തിന്, ഐ മീൻ അതിന്റെ ഒരു ബാക്ക്ലാഷ് ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. അന്ന് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് വളരെ വാലിഡ് ആയിട്ട് തോന്നുന്നു. ഇത് ഈ കാലഘട്ടത്തിന്റെ അശ്ലീലമാണ്. ഈ അശ്ലീലങ്ങൾ കാലപ്രവാഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അന്ന് എനിക്കത് മനസ്സിലായില്ല. പക്ഷെ ഇന്നിപ്പോ ചുരുളി പോലെ ഒരു സിനിമ സംഭവിക്കുമ്പോ അത് അന്ന് പറഞ്ഞത് ശരിയാവുകയാണ്. അന്നേ മനസ്സിലായിരുന്നോ കാലപ്രവാഹത്തിൽ ഇത് മാറി മറിയും? അല്ല, അങ്ങനെ ഒരു വളരെ ക്ലിയർപോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ദീർഘവീക്ഷണത്തോടുകൂടി. പക്ഷെ എനിക്ക് അന്നത്തെ ബോധ്യം എന്ന് പറയുന്നത് അത്തരം ക്യാരക്ടേഴ്സിന്, പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു മിലിയൂല് എന്നെ അതിൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ എന്റെ എഴുത്തിൽ ഞാൻ എക്സൈറ്റഡ് ആവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രാകൃതം എന്ന് നമ്മൾ വിളിക്കാവുന്ന, വളരെ ലോക്കൽ എന്ന് വിളിക്കാവുന്ന ഒരു ലോഡ്ജിലേക്ക് ഈ പറയുന്ന സോ കോൾഡ് സോഫിസ്റ്റിക്കേഷനും സോവിറ്റിയും ഒക്കെയുള്ള ഒരാൾ കയറി വരുന്നു. റിച്ച് ഊബർ ക്ലാസ്. അതെ അതെ, അത് അങ്ങനെ പറയാം. പക്ഷെ ഈ ഇൻട്രൻസിക്കലി മനുഷ്യനെല്ലാം സെയിം ആണ്. മെയിൻ ഹ്യൂമൻ ഇമോഷൻസിൽ നമ്മുടെ പ്ലെയിൻ ഇമോഷൻസ് ആലോചിക്കുമ്പോൾ ഇതെല്ലാം സെയിം ആണ്. അത് എത്രത്തോളം നമ്മളത് കട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ സംസ്കാരത്തിന്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്കാരത്തിന്റെ ഒരു കാര്യം. ചട്ടക്കൂട്. അതെ, ചട്ടക്കൂട്. അപ്പൊ അതിനെ ഒന്ന് എൻലാർജ് ചെയ്യുകയും, അല്ലെങ്കിൽ അതിന്റെ നൂലിഴകൾ എന്താണ് എന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അതിൽ എക്സൈറ്റ്മെന്റ്. സോ അന്ന് ട്രിവാൻഡ്രം ലോഡ്ജിനെയും ബ്യൂട്ടിഫുളിനെയും ഒക്കെ ട്രാഷ് എന്ന് വിളിച്ചിട്ടുണ്ട്. എത്രയോ ഈ പറയുന്ന നിരൂപകർ അവര് തന്നെ പിന്നീട് അതിനെ വളരെ ക്ലാസിക് അതെ അന്നും പറഞ്ഞിട്ടുണ്ട്.
പകൽ നക്ഷത്രങ്ങൾക്കും സെയിം സംഭവിച്ചിട്ടുണ്ട്. പകൽ നക്ഷത്രങ്ങൾ ഇറങ്ങി സെക്കൻഡ് ഡേ ഒരു പ്രശസ്ത നിരൂപകൻ എഴുതിയിട്ടുണ്ട്, ഒരു ഈ പറയുന്ന ഒരു ഇറ്റ്സ് എ ബ്ലോച്ച് ഓൺ മലയാളം സിനിമാസ് ക്ലാസ് എന്നവർ എഴുതിയ ആൾക്കാരുണ്ട്. സോ ഇതെല്ലാം മാറും. പക്ഷെ ഇപ്പൊ പകൽ നക്ഷത്രം ഫാൻ ക്ലബ്ബുകളുണ്ട്. അതെ അതെ. അപ്പൊ അത് ഇതെല്ലാം മാറും. ഇപ്പൊ എന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ എല്ലാ ഫിലിം മേക്കേഴ്സിന്റെ കാര്യത്തിലും അവർ അന്ന് ശ്രദ്ധിക്കപ്പെടുന്ന പോലെ ആയിരിക്കില്ല പിൽക്കാലം ശ്രദ്ധിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതില് ബോഗ് ഡൗൺ ആയി പോരുത് എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ തളർന്നു പോരുത്. ഒരു നിരൂപണത്തിൽ ഞാനിതൊന്നും വായിക്കാറില്ല. ഇപ്പൊ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഓഫ് സോഷ്യൽ മീഡിയയാണ്. എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ല. ഞാൻ ഇത്തരം കമന്റുകളൊന്നും വായിക്കാറില്ല. സോ ഐ എം വെരി ഹാപ്പി ഇൻ ദാറ്റ് സ്പേസ്. ബിക്കോസ് ഇത് വായിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം എനിക്ക് തോന്നുന്നില്ല. പത്രം വായിക്കില്ലല്ലോ. ഇല്ല, അങ്ങനെ വായിക്കാൻ മാത്രമൊക്കെ ഉണ്ടോ? പത്രത്തിൽ വളരെ ശുഭോദാർക്കമായ കാര്യങ്ങളാണ്. അതെന്താ ഒരു നിഷ്പക്ഷ പത്രം ഇല്ലാത്തത് കൊണ്ടാണോ വായിക്കാത്തത്, അതോ പത്രം വായിച്ചിട്ട് വേണം അറിവ് നേടണം എന്നുള്ള ധാരണ കൊണ്ടാണോ? എന്താ അല്ല, നമ്മള് എന്തായാലും നമ്മൾ ഈ സൊസൈറ്റി ജീവിക്കുമ്പോൾ അത്യാവശ്യം അറിയാനുള്ള വാർത്തകൾ ഇപ്പൊ വിഷ്ണു എന്റെ സുഹൃത്താണെങ്കിൽ നിന്നിൽ നിന്നറിയും അല്ലെ, അല്ലെങ്കിൽ എന്റെ മറ്റു കൂട്ടുകാരിൽ നിന്നറിയും. പിന്നെ അത്തരം വാർത്തകൾ ഇപ്പോ എന്താണ്, യുദ്ധങ്ങൾ, കൊലകൾ, ഇതൊക്കെയാണല്ലോ ഫ്രണ്ട് പേജ് യൂഷ്വൽ സാധനം. അതെ, ഈ പറയുന്ന സെൻസേഷണലൈസേഷൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. സോ ആ കാര്യങ്ങൾ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ അത് വായിച്ചോണ്ട് ഇൻട്രസ്റ്റ് ചെയ്യണില്ലാന്നാണോ അതോ ഇമോഷണലി അത് ബോദർ ചെയ്യുന്നുള്ളതാണോ? അല്ലെ, ഇമോഷണലി ബോദർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എടുക്കാറില്ല. ദാറ്റ്സ് വെരി ട്രൂ. ഇമോഷണലി ബോദർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു സ്ട്രെസ്സും ഒരു തരത്തിലുള്ള കാര്യം ഞാൻ എടുക്കാറില്ല. അത് എടുത്തതുകൊണ്ട് വലിയ ഗുണമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ. കാരണം അത് ഇപ്പൊ നമുക്ക് പണ്ട് മറ്റേ നമ്മുടെ ബുദ്ധിസ്റ്റ് ഫിലോസഫി ഉണ്ടല്ലോ, ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഹ്യൂമൻ മിസറി, വിച്ച് ഇസ് എ ഭയങ്കര വലിയൊരു തോട്ടാണ്. നമുക്ക് ആഗ്രഹങ്ങൾ വേണോന്ന് ചോദിച്ചാൽ ആഗ്രഹങ്ങൾ വേണം. എന്നാൽ ഈ നമ്മുടെ പ്രതീക്ഷകൾ അങ്ങനെ അങ്ങ് പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോഴുള്ള നിരാശയേക്കാൾ നല്ലതാണ് അതില്ലാതിരിക്കുന്നത്. ഓക്കെ. സോ ഐ ഹാവ് ഓൾവേസ് മെയിൻറ്റെയിൻ ദാറ്റ് ഐ ആം കണ്ടന്റ് വിത്ത് വാട്ട് ഐ ആം റൈറ്റ് നൗ. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര സ്വപ്നങ്ങളോ ഇന്ന സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോബി ഡിക്ക് പോലത്തെ ഒരു സാധനം സിനിമയാക്കണം, അല്ലെങ്കിൽ യുനോ ഇപ്പൊ പുതിയ ഇപ്പൊ F1 അതെ, അല്ലെങ്കിൽ ഒരു ഓർഹൻ പാമുക്കിന്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എടുത്തിട്ട് നമുക്ക് അതൊരു വേൾഡ് സിനിമ, അങ്ങനെ എനിക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞു ഈ പറയുന്ന മെഴുതിരി താരങ്ങളും പത്മയൊക്കെ ചെയ്തു പോയാലും ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് മറ്റു സ്പിയേഴ്സിലും നമ്മൾ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് എനിക്കൊരു ക്ലോസ് ഫാമിലി സർക്യൂട്ട് ഉണ്ട്, ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, എൻ്റെ യാത്രകളുണ്ട്. അപ്പൊ അതിലെല്ലാം നമ്മൾ വർത്തിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇത് മാത്രമല്ലല്ലോ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊന്നും വായിക്കാത്തത്. എനിക്ക് എന്നെ വിമർശനങ്ങളോ അല്ലെങ്കിൽ പിന്നെ പലതും പേഴ്സണൽ വാൻഡറ്റാസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക. എനിക്ക് തോന്നുന്നു 2 തരം ആളുകൾ ഇപ്പം വളരെ വ്യക്തമായിട്ട് നമുക്കിത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വലിയ സമൂഹം അതുണ്ട്. അപ്പൊ അവര് അതിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ലെറ്റ് ദം ഹാവ് ഇറ്റ് എന്നേ പറയാൻ പറ്റും. അല്ല നമ്മൾ അവരെ എതിർക്കാനോ അല്ലെങ്കിൽ അവരെ ചെയ്ത് വിളിക്കാനോ പോകേണ്ട കാര്യമില്ല. ലെറ്റ് ദം ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു വൈക്കാരിയസ് പ്ലഷർ ഇൻ പെയിനിങ് അതേഴ്സ്. ഉണ്ടായിക്കോട്ടെ, ലെറ്റ് ദം ഡു ഇറ്റ്. പക്ഷെ എന്റെ വഴി അതല്ല. നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിൽ ഞാൻ ഒരുപാട് ഈ സ്ത്രീകളെ പറ്റി അനൂപ് മേനോൻ എഴുതിയത്. അനൂപ് മേനോൻ ട്രിവാൻഡ്രം ലോഡ്ജില് ആദ്യമായിട്ട് 4 എന്നുള്ളൊരു കാര്യം എഴുതി. അതിനു മുമ്പ് അങ്ങനെ എഴുതി ഞാൻ കണ്ടിട്ടില്ല. പത്മേന ആഫ്റ്റർ പ്ലേ എന്ന് എഴുതി. ട്രിവാൻഡ്രം ലോഡ്ജില് എനിക്ക് തോന്നുന്നു ഓർഗാസം എന്ന് പറയുന്ന ഒരു വാക്ക് ആദ്യമായിട്ട് ഞാൻ കേട്ടു ഒരു മലയാളം സിനിമയുടെ അകത്ത്. അങ്ങനെ ഒരു കോയിനേജ്, അത് സ്ത്രീകളാ പറയുന്നത്. അത് ആ സമയത്ത് ശരിക്കും ന്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക്, കാഴ്ചക്കാർക്ക്. അനൂപ് മേനോൻ എന്നുള്ള എഴുത്തുകാരനല്ല ഞാൻ പറയുന്നത്. എങ്ങനെ അത് എഴുതണം എന്ന് തോന്നി? അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനത്തെ കാര്യങ്ങളോട് സംസാരിക്കും, സ്ത്രീകള് അവരുടെ എന്താ പറയാ സെക്ഷൽ ഡിസയേഴ്സിനെ പറ്റി ആ സൈഡ് സംസാരിച്ചാൽ അത് ഓക്കെയാണ്, അത് വളരെ നോർമലാണ്, അത് സംസാരിച്ചാൽ ഓക്കെയാണ്. ആ തോട്ട് എങ്ങനെ കിട്ടി? തോട്ട് കിട്ടുന്നതല്ല, എന്താണ് നമ്മള് ഒരു സ്ക്രിപ്റ്റിലൂടെ ആഗ്രഹിക്കുന്നത്. വി ആർ ട്രൈങ് ടു ബ്രിങ് ഇൻ വാട്ട് we see in society or what's getting communicated in society. അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ട് നാളെ എന്ത് സംഭവിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതാൻ ആഗ്രഹിക്കുന്നത്. അല്ലെ, ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പൊ നമ്മളൊരു CCTV വെച്ചിട്ട് നമ്മുടെ കോമൺ കോൺവെർസേഷൻസ് പറയുന്ന തരം സ്ക്രിപ്റ്റിംഗ് ഉണ്ട്.
അപ്പം അതിനപ്പുറം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്കിപ്പോ ഈ പറഞ്ഞില്ലേ 10 കൊല്ലത്തിന് ശേഷം ഇതിപ്പോ നോർമലൈസ്ഡ് ആയില്ലേ. അതെ അതെ. അപ്പൊ അന്ന് അത് നോർമലൈസ്ഡ് ആവും എന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ വേൾഡ് സിനിമയും അങ്ങനെയായിരുന്നു, എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. 1960s ഇപ്പൊ എന്തിനു വേൾഡ് സിനിമ, നമ്മൾ സാഹിത്യം ആലോചിക്കുമ്പോൾ ലേഡി ഷാർട്ട്ലീസ് ലവർ എന്ന് പറയുന്ന ബാൻഡ് ആയിരുന്നു എത്രയോ 100 രാജ്യങ്ങളിൽ. ബിക്കോസ് ഇറ്റ് യൂസ്ഡ് അൺപാർലമെന്ററി വേർഡ്സ് മാത്രമല്ല, അതായത് ഒരു പ്രഭ്യുവെ, ഒരു ലോർഡസിനെ ഒരു ലേമൻ ഫോർണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അന്ന്. അത് അവിടുത്തെ ക്ലർജിക്കാവട്ടെ, അവിടുത്തെ റോയൽ ഫാമിലിക്കാവട്ടെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. കത്തിച്ചു കളയണമെന്നൊക്കെ പറഞ്ഞു. സോ ലേഡി ഷാർട്ട്ലീസ് ലവർ നൗ ബിക്കേം ഒരു ഹ്യൂജ് റിവ്യൂഡ് ആയിട്ടുള്ള ഒരു നോവലായി മാറിയില്ലേ. സോ അത് അതിലും വന്നിട്ടുണ്ട്. ഐ എം നോട്ട് കമ്പയറിംഗ് മൈ വർക്ക് വിത്ത് ഗ്രേസ്, അതല്ല അതിന്റെ. സോ ദാറ്റ് ഹാപ്പൻസ് ഇൻ സൊസൈറ്റി. നമ്മുടെ നോർമലൈസേഷൻ എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞായിരിക്കും പല എഴുത്തുകാരുടെയും കാര്യങ്ങൾ വരുന്നത്. ലോഡ്ജ് കഴിഞ്ഞൊരു 4 years കഴിഞ്ഞിട്ടാണ് ഇതിനെ അങ്ങനെ മറ്റൊരു ദിശയിൽ. പിന്നെ ലോഡ്ജ് വാസ് എ ഹ്യൂജ് സക്സസ് ഓൾസോ. സോ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അത് റെസണേറ്റ് ചെയ്തു. ലോഡ്ജ് ഇത്രയും ആൾക്കാർ റെസണേറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു 100-day ഫിലിമായി മാറില്ല. അപ്പം അത് ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഷോക്കിന് ശേഷം മേ ബി പീപ്പിൾ ഫൗണ്ട് എ ന്യൂ വേ ഓഫ് സീയിങ് ഇറ്റ്, എ ന്യൂ പെർസ്പെക്റ്റീവ്. അതൊക്കെ പിന്നീട് വന്നതായിരിക്കണം. അതിനകത്ത് ഇപ്പൊ ദേവിജത്തിന്റെ ക്യാരക്ടർ അവർക്ക് ഉണ്ടാവുന്ന ഓർഗാസ്മിക് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ പത്മ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒട്ടും സന്തോഷമല്ലാത്തൊരു പത്മനെ കാണിക്കുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോണ്ടം നടത്തിയിട്ടുണ്ടായിരുന്ന, ഒരു കോണ്ടം കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സർവേനെ പറ്റി മനസ്സിലാക്കി. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ദാറ്റ് 70% ഓഫ് വിമൻ ഡോണ്ട് അറ്റൈൻ ഓർഗാസം, either they are faking it, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പത്മേനെ പറ്റിയിട്ട് പിന്നെ പോയിട്ട് ആലോചിച്ച് നോക്കി. പത്മേലത്തെ ആ ഒരു സന്ദർഭം വളരെ കറക്റ്റ് അല്ലേ എന്ന്. ഇത് അനൂപ് മേനോൻ എഴുതുന്നതും എന്താ പറയാ ഇമാജിനേഷനിൽ നിന്നാണോ അത് ശരിക്കും നടക്കുന്നുണ്ടെന്ന് എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ, എങ്ങനെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് സിനിമാറ്റിക് ആയിട്ട് എഴുതാൻ പറ്റിയ? അല്ല, ഓഫ് കോഴ്സ് അതിപ്പോ ഞാനല്ലോ ആദ്യമായിട്ട് എഴുതുന്നത്. നമ്മുടെ ലിറ്ററേച്ചറിൽ ആ മെറ്റീരിയൽ വളരെ ലഭ്യമാണ്. ലിറ്ററേച്ചർ അല്ല, സിനിമയിലാണ് ഞാൻ പറയുന്നത്. സിനിമയിൽ ഇത് എഴുതാൻ അതൊരു ഗട്ട്സിന്റെ ഇഷ്യൂ ഉണ്ട്. മനസ്സിലായില്ല, അത് തുറന്ന് എഴുതാൻ പറ്റണം എന്നുള്ളതാണ്. അത് വിത്തൗട്ട് ബീങ് ബോഡി കോൾഡ് ഒരു വെയിലില്ലാതെ. വെയിലില്ലാതെ മാത്രമല്ല, വിത്തൗട്ട് നമ്മളതിനെ ഒരു റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലാസ്ഫെമി ഉണ്ടാവരുത്, അതിനകത്ത് ഒരു നിന്ദ ഉണ്ടാവരുത്. ദർ ഷുഡ് നോട്ട് ബി എ ഹേർട്ട് ഇൻ തിങ്സ്. അതെനിക്ക് വളരെ നിർബന്ധമാണ്. അപ്പം ദാറ്റ് ഷുഡ് നോട്ട് ഒരു ക്ലാസ്സിനെയോ അല്ലെങ്കിൽ ഒരു ജെൻഡറിനെയോ നമ്മള് ഒരു ബയസ്ഡ് ആയിട്ട് നിർത്തിക്കൊണ്ട് ചെയ്യരുത് എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. അപ്പൊ എങ്ങനെയാണോ ആണുങ്ങൾ അങ്ങനെ തന്നെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു ബോട്ടം ലൈൻ എന്ന് പറയുന്നത്. എല്ലാ വർഷവും റാങ്ക് മേടിച്ചിട്ടല്ല ഒരാൾ പുറത്തേക്ക് വരുന്നത്. അപ്പൊ എല്ലാവരും അയാളിൽ നിന്ന് ഏറ്റവും നല്ലൊരു വക്കീലിനല്ലേ പ്രതീക്ഷിക്കുക, അതിൽ തെറ്റില്ലല്ലോ. പക്ഷെ എന്താ വക്കീലാവാഞ്ഞത്? അങ്ങനെ ഒരു തോട്ടപ്പെടെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ വർഷവും ഒരാൾ ഫസ്റ്റ് ആവുക, എന്നിട്ട് അയാൾ ഒരിക്കലും വക്കീലാവാണ്ടിരിക്കുക. വിഷ്ണു പറഞ്ഞതിൽ തന്നെ എന്റെ ഉത്തരവുണ്ട്. എല്ലാവരും എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതാവുമ്പോ ഞാൻ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരവ്. നമുക്ക് I never wanted to be. It's a very noble profession. I accede to that. വക്കീലാവാന്നുള്ള ഇറ്റ് ഇസ് നോട്ട് മീൻ ടാസ്ക്. ഞാനിപ്പം റാങ്ക് വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് അവിടെ പോയിട്ട് നല്ല വക്കീലാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവിടുത്തെ മിടുക്കന്മാരെ വക്കീലന്മാർ അങ്ങനെ റാങ്ക് വാങ്ങിച്ച ആൾക്കാരൊന്നും അല്ല. പ്രൊസീജിയറൽ ലോ ഇസ് എ ഡിഫറെന്റ് ബോൾ ഗെയിം, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ബോൾ ഗെയിം ഓൾ ടുഗെദർ. സോ അത് പറയാൻ പറ്റില്ല. ബട്ട് ഞാൻ അത് ട്രൈ ചെയ്യാത്തതിന്റെ കാരണം എനിക്ക് എല്ലാ കാലത്തും ഐ വാണ്ടഡ് ടു ബി ഇൻ ദിസ്. അപ്പൊ ഒരു ആക്ടർ എന്ന രീതിയിലല്ല, ആസ് എ ഫിലിം മേക്കർ ഓർ റൈറ്റർ ഓർ വാട്ട് എവർ കപ്പാസിറ്റി, ഐ വാണ്ടഡ് ടു ബി ഇൻ സിനിമ. ദാറ്റ് വാസ് ഫോർ ഷുവർ. കാരണം അത് നമ്മൾ കുഞ്ഞുകാലത്തെ ഈ പറഞ്ഞ സമയത്ത് നമ്മൾ പുസ്തകങ്ങൾ വായിക്കും പോലും നമുക്ക് ഇപ്പൊ 2-ാം ഊഴത്തിന്റെ തുടക്കത്തിൽ കടലിന് കറുത്ത നിറമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രാക്കില് അല്ലെങ്കിൽ ഒരു ക്രെയിൻ ഷോട്ടില് ഈ കടലിലൂടെ ഒരു അപ്പുറത്തൊരു പായ്ക്കപ്പലും ഒക്കെ വെച്ചിട്ടുള്ള വിഷ്വല് നമ്മുടെ മനസ്സിലാദ്യം വരിക. ഒരു കലങ്ങിക്കറുത്ത ഒരു കടലും അപ്പുറത്തൊരു പായ്ക്കപ്പലും ഒരു ചെറിയ ഓറഞ്ചിന്റെ ഒരു അകന്നു പോകുന്ന ഒരു സണ്ണിന്റെ ഒരു ഇതും ഇതൊക്കെയാണ് മനസ്സിലേക്ക് വരിക. അപ്പം മോർ ദാൻ ബീങ് എ റൈറ്റർ, നമ്മളതൊരു മോർ ദാൻ ബീങ് എ എന്താ പറയാ
ഒരു വായനക്കാരൻ, യു ആർ ബീങ് എ ഫിലിം മേക്കർ ഇൻ ദാറ്റ് ഇൻസ്റ്റൻസ്. സോ എവറിഥിങ് വാസ് വിഷ്വൽ. ഓക്കെ. From the very beginning, everything was visual. So I had to be in this visual space. ആ മിലിയൊന്ന് മാറിയിട്ട് എനിക്കൊരു ലൈഫ് എനിക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നാനി പൾക്കിവാലെ ആയിക്കാൻ ഒരിക്കലും ഇല്ല. ഞാൻ ഐ വുഡ് ഹാവ് ബീൻ എ ആവറേജ് അഡ്വക്കേറ്റ്. ദാറ്റ്സ് വാട്ട് ദാറ്റ് മാക്സിമം ഒരു ആവറേജ് അഡ്വക്കേറ്റ് മാത്രമേ ആവുള്ളൂ. കാരണം എന്നെക്കാളും മിടുക്കന്മാരായ ഒരുപാട് പേർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. റാങ്ക് കിട്ടി എന്നുള്ളത് ഓക്കെ. അതൊരു ഈഗോ ബൂസ്റ്റ് ഒന്നും ആവില്ലല്ലോ ഒരിക്കലും, റാങ്ക് കിട്ടി എന്നുള്ളത്. എന്റെ അങ്ങനത്തെ ഒരു ഈഗോ ട്രിപ്സ് ഒന്നും എന്റെ സക്സസുമായിട്ട് ബന്ധപ്പെട്ട അല്ല. ഓക്കെ. എനിക്കൊന്നും തന്നെ എനിക്ക് എന്റെ ഈഗോ ട്രിപ്സ് അല്ലെങ്കിൽ ഈഗോ ബൂസ്റ്റ് എന്ന് പറയുന്നത് സക്സസുമായിട്ട് ബന്ധപ്പെട്ടതല്ല. മേ ബി മൈ ഐഡിയ ഓഫ് സക്സസ് ഇസ് വെരി ഡിഫറെന്റ്. അല്ല, അങ്ങനെ ഒരു ഇപ്പം ഞാൻ പറയുന്ന ഒരു ഡെഫിനിഷൻ ഓഫ് സക്സസ് അല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഒരുപാട് സിനിമകൾ ഓടുകയും അല്ലെങ്കിൽ അതിന്റെ ഒരു ജെനിത്തൽ, ബിക്കോസ് വി ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് നത്തിങ് ലൈക്ക് എ ജെനിത്തൽ ഗ്ലോറി അല്ലേ. ഏറ്റവും ഹ്യൂജ് ഹിറ്റ്സ് കൊടുത്ത ഒരു ഷാറൂഖ് ഖാൻ വാസ് റിട്ടൺ ഓഫ് ബിഫോർ അല്ലെ 5 വർഷത്തേക്ക്. സോ ഇതിനൊരു അങ്ങനെ ഒരു എൻഡ് പോസ്റ്ററോ എൻഡ് റിസൾട്ടോ ഒന്നുമില്ല. ഇവിടെ തന്നെ നമ്മൾ നമ്മുടെ ആൾക്കാരെ തന്നെ കാണുന്നു. ഏറ്റവും മികച്ചതെന്ന് പറയുന്ന ആളെ നമ്മൾ റബ്ബിഷ് ചെയ്യുന്ന കാണുന്നുണ്ട്. സോ ഇതിനൊന്നും തന്നെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആ അർത്ഥത്തിലില്ല. പിന്നെന്തിനാണ് ഇതിനു വേണ്ടി വെറുതെ ഹാങ്കർ ചെയ്യുന്നത്? യു മൈറ്റ് ആസ് വെൽ എൻജോയ് യുവർ ലൈഫ് ലൈക്ക് ദിസ്, ബി കണ്ടന്റ്, ഡു യുവർ സ്റ്റഫ്, ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്. ഐ എം എറ്റേണലി ഗ്രേറ്റ്ഫുൾ. എനിക്ക് ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സിനിമ തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. I seriously believe, I'm not bluffing, I seriously believe that എനിക്ക് ഞാൻ ഡിസേർവ് ചെയ്യുന്ന എൻ്റെ ടാലന്റ് ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ സ്പേസ് തന്നിട്ടുണ്ട്. സോ ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ rather than being egoistic and wanting to be more. ഒന്നാമത്തെ കാര്യം കമ്പാരിസൺ ഐ ഹാവ് കട്ട്. എനിക്ക് മറ്റൊരാൾ ചെയ്യുന്ന സിനിമ എന്താണെന്ന് ഐ എം നോട്ട് അവെയർ. ഫ്രണ്ട്സ് വരുമ്പോൾ പടാ ചെയ്യുന്നതെന്ന് പറയുന്ന അല്ലാതെ ഞാനിത് ഫോളോ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു ഐ റൺ മൈ ഓൺ റേസ്. എൻ്റെ ഓട്ടം ഞാൻ മാത്രം ഓടുന്ന ഒരു ഓട്ടമല്ലേ. എൻ്റെ ഫിലിംസും അങ്ങനെയാണ്. ഫസ്റ്റ് ഡേ ആൾക്കാർ തള്ളിയിടിച്ച് വന്ന് കയറുന്ന ഒരു സിനിമയും ഞാൻ ചെയ്തിട്ടില്ല. ഐ മീൻ സിംഗിൾ ഹീറോ പടങ്ങൾ. അപ്പൊ എൻ്റെതൊക്കെ ആൾക്കാർ നല്ലതാണെങ്കിൽ അറിഞ്ഞു വന്ന് അത്യാവശ്യം കുഴപ്പമില്ല ദുരുണ്ട് അപ്പുറത്ത് വീഴുന്ന കൈൻഡ് ഓഫ് സിനിമകളാണ്. അത് മതി. ഐ എം മോർ ദാൻ ഹാപ്പി വിത്ത് ഇറ്റ്. എനിക്ക് ഇത് പോലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സമ്മതിക്കണേ, അത് ഈ യൂണിവേഴ്സ് അത് സമ്മതിക്കണേന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ബിഗ് ഹൈറ്റ്സ് ഒന്നും എന്നെ ഒരിക്കലും മോഹിപ്പിച്ചിട്ട്